50 മില്യൺ ഒന്നിച്ച് കിട്ടുമ്പോ ഒരല്പ അഹങ്കാരമൊക്കെ ആവാം. അടിച്ചു പൂസായ ഭാര്യയ്ക്ക് കരണത്ത് 2 പൊട്ടിക്കുന്നത് നല്ലതാ. അതുവരെ മതി, അതിനപ്പുറം വേണ്ട. ലിയോപൂളിന്റെ ഡീല് വേണ്ടെന്ന് വെക്കാൻ ഉത്തരവിട്ടെന്ന് കേട്ടു. ഏജൻസി ലിസ്റ്റിൽ നിന്നും എന്റെ പേര് പോലും പിൻവലിക്കാൻ നേരിട്ട് കൽപ്പന. കൊള്ളാം, ഉദ്ദേശം മനസ്സിലായി. ഈർക്കിലിയെടുത്ത് അങ്ങനെ തോണ്ടിക്കളഞ്ഞാൽ പോകുന്ന ഓലപ്പുഴുവാണെന്ന് വിചാരിച്ചോ ജയക്കുട്ടൻ? നിലയില്ലാതെ മുങ്ങിയപ്പോ കരക്കെടുത്തിട്ടവനാ ഞാൻ. കൂടെ നിന്ന് കളി പഠിച്ചിട്ടിപ്പോ കളി എന്നോട്. കടക്കടപ്പുറത്ത് ക്ഷമയ്ക്കൊരു അതിലുണ്ട്. സഹിക്കാവുന്നതിന്റെ പരമാവധി സഹിച്ചു ഞാൻ. ഇനി ഒരുത്തനെയും വച്ചുപുറപ്പിക്കാൻ സമ്മതിക്കില്ല. മേലാലി ബുൾക്കാർട്ട് കമ്പനിയിൽ നിനക്ക് എൻട്രി ഇല്ല. ഈ നിമിഷം ഇവിടെ ഇറങ്ങിക്കോണം. അപ്പോ കരുതിക്കൂട്ടിയുള്ള കളിയാണല്ലേ? കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ നിങ്ങൾ കാള് തെറ്റിപ്പോയി. ഇടഞ്ഞാൽ ഏതറ്റം വരെ പോകാനും മടിക്കില്ല ഞാൻ. ഒരു ബുൾക്കാർ കാളവണ്ടി കമ്പനി അടിവേര് വരെ അറുത്ത് മാറ്റിയിട്ടേ ഈ ജയക്കുട്ടൻ പുറത്തു പോകൂ. കൗണ്ട് ഡൗൺ തുടങ്ങിക്കോ. ഈ ജയക്കുട്ടൻ ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം. നിന്നെപ്പോലൊരു പുഴുവിന്റെ പുളപ്പ് കണ്ട് പേടിക്കുന്നവനല്ല ഈ മേനോൻ. ഇറങ്ങി പോകുന്നോ അതോ പിടിച്ച് പുറത്താക്കണോ? താൻ പോടോ. താൻ ഒരുത്തനെ ഇതിന്റെയൊക്കെ പിന്നിൽ. ഒരുത്തനെയും വിടില്ല ഞാൻ. തൽക്കാലം ക്ഷമിക്കേ. അല്ലാതെ വേറെ വഴിയില്ല. വെൽ പ്ലാൻഡ് ആണ്. എന്നോട് പോലും ഡിസ്കസ് ചെയ്യാതെയാ ലിയോപൂളിന്റെ പേര് ലിസ്റ്റിൽ നിന്ന് മാറ്റിയത്. ദുബായിൽ തന്നെ ജനിച്ചു വളർന്നവനാ ഞാൻ. വന്ന് കേറിയവനല്ല. ഇയാളെ ഞാൻ എന്റെ കാൽക്കൽ വീഴ്ത്തും. എന്നാ ശരി, വൈകിട്ട് കാണാം. ഇതിപ്പോ എത്രാമത്തെ തവണയെന്നറിയോ? ഇനിയും കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റില്ല. He beat me madly. നീയൊക്കെ അത് കണ്ടു നിന്നു. നീ മാത്രോ? എത്ര പേര്, അതും ഇവിടുത്തെ എന്റെ ബിസിനസ്സുകാർ, എന്റെ ക്ലോസ് ഫ്രണ്ട്സ്, കമ്പനി സ്റ്റാഫ്, മൈ സൺ. അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്ന് തിരിച്ചു കൊടുത്തിരുന്നെങ്കിൽ ബുൾക്കാട്ട് സിഇഒയുടെ കൊമ്പത്തെ ഇമേജ് എവിടെ പോകുമായിരുന്നു? നിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ കണ്ടതല്ലേ. വലിച്ചുവാരി കുടിച്ചിട്ട് ആ ഡേവിഡിന്റെ തോളിൽ തൂങ്ങി. പിന്നെ അയാൾക്കീടെ എന്തോ ബാധ കയറിയ പോലെയാ. എന്നെ കാണുമ്പോ തുള്ളി തുടങ്ങും. ഇപ്പൊ നിന്നെയും കോർണർ ചെയ്യാൻ തുടങ്ങി. കൂടുതൽ പണിഞ്ഞോണ്ട് വന്നാ എന്റെ സ്വഭാവം നിനക്കറിയാലോ. ആരാണെന്ന് നോക്കില്ല. അള്ളാഹി വാബി ശർവത്താ. അങ്ങനെ പറഞ്ഞതുകൊണ്ടായില്ല. അയാളെ നിലയ്ക്ക് നിർത്തിയേ പറ്റൂ.